കല്യാണങ്ങൾ സിനിമയ്ക്ക് പറ്റിയ ഒരു പ്രധാന ഏരിയയാണെന്ന് മലയാള സിനിമാക്കാരൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. ചിരിയും കരച്ചിലും കുറച്ച് ട്വിസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് കല്യാണ സിനിമകൾ വന്നുപോയ കൂട്ടത്തിലേക്ക് ഒരു പുതിയതുകൂടി എത്തിയിരിക്കുകയാണ് മന്ദാകിനി. മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല എന്ന ചർച്ചകൾക്കിടയിൽ സ്ത്രീകൾക്ക് വലിയ സ്പേസ് നൽകിക്കൊണ്ടാണ് മന്ദാകിനി എത്തുന്നത്. ചിരിയിൽ പൊതിഞ്ഞെത്തുന്ന മന്ദാകിനി ഒരു കല്യാണ ദിവസം നടക്കുന്ന ചെറിയ ചെറിയ ട്വിസ്റ്റുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വിനോദ് ലീല സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു കൊച്ചു പ്ലോട്ടിലാണ് ഊന്നി നിൽക്കുന്നത്. സിനിമയുടെ തുടക്കത്തിലെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ വലിയ ബഹളങ്ങളോ അതിവമ്പൻ ട്വിസ്റ്റോ ഒന്നും വരാനില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ കയ്യിലുള്ള ഒരു കഥയെ 2.5 മണിക്കൂറിലേക്ക് തരക്കേടില്ലാതെ പ്രസന്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ചെറിയൊരു പ്ലോട്ടിനെ ഒരു റോഡ് ജേണിയിലേക്ക് സെറ്റ് ചെയ്ത് അതിൽ കോമഡിക്കുള്ള കുഞ്ഞു കുഞ്ഞു പ്ലോട്ടുകൾ കണ്ടെത്തിയും അത് കയറ്റി വെച്ചുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ചെറിയ പ്ലോട്ടുകളൊന്നും വലിയ ഏച്ചുകൂട്ടൽ നൽകുന്നതായിട്ടും തോന്നുന്നില്ല. യൂണിവേഴ്സൽ സിസ്റ്റർഹുഡും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ ഒപ്പം നിൽക്കുന്നതും മന്ദാകിനിയുടെ പ്ലോട്ടിലെ പ്രധാന പോയിന്റുകളാണ്. അതേസമയം തന്നെ പരസ്പരം പാരയാകുന്നവരും ഈ സിനിമയിലുണ്ട്. റിയലിസ്റ്റിക്കും സിറ്റുവേഷണലുമായ കോമഡികൾക്കാണ് മന്ദാകിനി പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഒരുവിധം എല്ലാ കഥാപാത്രങ്ങൾക്കും കോമഡിക്കുള്ള ഒരു ട്രാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കോമഡിക്ക് വേണ്ടി കുത്തിക്കയറ്റിയതുപോലുള്ള ചെറിയ സീനുകളും കാണാൻ പറ്റും. അനാർക്കലിയും വിനീത് തട്ടിലും പിന്നെ ഒരു സർപ്രൈസ് കഥാപാത്രം അവതരിപ്പിച്ച നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു യങ് ആക്ടറുമാണ് അഭിനയത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അജയ് വാസുദേവും കോമഡി ടൈമിങ്ങിൽ മികച്ചു നിൽക്കുന്നുണ്ട്. മദ്യം തലയ്ക്ക് പിടിച്ച സീനുകളൊക്കെ അനാർക്കലി വളരെ കൈയടക്കത്തോടെയാണ് അവതരിപ്പിക്കുന്നത്. പ്രധാന പ്ലോട്ടിലേക്ക് കയറിയ ശേഷവും സിനിമ ഒരു പതിഞ്ഞ താളത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ പേസ് ഒന്ന് മെച്ചപ്പെടും. കഥാപാത്രങ്ങളുടെ ആക്ഷന് മിക്കപ്പോഴും ലോജിക്കൽ കണക്ഷനും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ സിനിമ സെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലോട്ടും മേജർ സീനുകൾ തമ്മിലുള്ള കണക്ഷനും ഡയലോഗും എല്ലാം ശ്രദ്ധയോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇടയ്ക്കുള്ള ചില സീനുകൾ ഒട്ടും റിയലിസ്റ്റിക് അല്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒബ്സർവ് ചെയ്യാതെയാണോ ഈ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഉദാഹരണത്തിന്, കല്യാണ ദിവസം രാത്രി കല്യാണപ്പെണ്ണ് ഉൾപ്പെടുന്ന ഒരു പ്രശ്നം പുറത്തുനിന്നുള്ള ആരും അറിയരുതെന്ന് പറയുമ്പോഴും വീടിൻ്റെ ഉമ്മറത്ത് വെച്ച് വളരെ ഉറക്കെയാണ് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചില ഉദാഹരണങ്ങൾ. സിനിമയിൽ ചിലർ വണ്ടി എടുത്ത് ഇറങ്ങാൻ തീരുമാനിക്കുന്നിടത്തും അത്രമേൽ ഒരു ലോജിക്ക് വർക്കായതായി നമുക്ക് തോന്നില്ല. ആരെങ്കിലും ഒക്കെ കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അവർക്കും മാസ സീനുകൾ നൽകിയിരിക്കുന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ രംഗത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സിനിമയുടെ അതുവരെയുള്ള ഒരു ഗതിയും അതിലെ അഭിനേതാക്കളുടെ പെർഫോമൻസും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗൂസ് ബംസ് മൊമെന്റ്സ് നൽകാൻ ഈ സീനുകൾക്ക് കഴിഞ്ഞാനെ. അടികൊള്ളുന്ന പുരുഷ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസും അവിടെയുള്ള കുറച്ച് സിറ്റുവേഷണൽ കോമഡിയാണ് നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടി പിടിച്ചു പറ്റുന്നത്. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങളുള്ള എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ സാധ്യമാണെന്നും നല്ല തിരക്കഥയാണെങ്കിൽ അവയെല്ലാം തിയേറ്ററിൽ വർക്കാകുമെന്നും കാണിച്ചു തരാൻ മന്ദാകിനിക്ക് കഴിയുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് കോമഡി ജോണറിൽ വരുന്ന സിനിമയാണെങ്കിലും ചിലയിടത്ത് അൽത്താഫിൻ്റെ ആരോമൽ എന്ന കഥാപാത്രം കടന്നു പോകുന്ന മാനസികാവസ്ഥ ഒന്ന് ശക്തമായി രേഖപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ചിത്രത്തിൽ ഒരു ക്യാരക്ടറിനും അങ്ങനെ വലിയൊരു ആർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഒഴിവാക്കിയത്. 1-2 സ്ഥലത്ത് മാത്രം ഇതൊന്ന് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണതയില്ലാത്തൊരവസ്ഥയിലാണ്. ആരോമലിൻ്റെ സൈഡ് കാണിക്കുന്ന അത്തരം ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിൽ അൽത്താഫിൻ്റെ സ്ഥിരം കോമഡിയുടെ ആവർത്തനമായി മാത്രം ഈ കഥാപാത്രം ചുരുങ്ങിപ്പോകില്ലായിരുന്നു. ഒരു പാട്ടിലെ സെക്കൻഡുകൾ മാത്രമുള്ള റൊമാൻറ്റിക് നോട്ടത്തിൽ പോലും തന്നിൽ കോമഡി അല്ലാതെ ചിലതുകൂടി ഉണ്ടെന്ന് അൽത്താഫ് കാണിച്ചു തന്നതുകൂടിയായിരുന്നു. അതേസമയം തൃശ്ശൂർ സ്ലാങ്ങിലുള്ള കോമഡിയിൽ തൻ്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വിനീത് തട്ടിൽ. കോമഡിയും ആക്ഷനും ഒരുപോലെ അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബിപിൻ അശോകിൻ്റെ പാട്ടുകൾ ചിത്രത്തിൻ്റെ ഒരു തനി നാടൻ സെറ്റപ്പിന് ചേരുന്നതാണ്. സിനിമയിൽ അവയുടെ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ കൺവെൻഷണൽ ആണെങ്കിലും അത് കൃത്യം സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, പക്ഷേ ഇത് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതല്ല, സിനിമയിലെ ഡബ്ബിങ്, പ്രത്യേകിച്ച് രാജലക്ഷ്മി എന്ന ഒരു അമ്മ കഥാപാത്രത്തിൻ്റെ ഡബ്ബിങ്ങിൽ കാര്യമായിട്ടുള്ള പാകപ്പിഴകൾ സംഭവിച്ചതായിട്ട് തോന്നിയിരുന്നു. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ അതൊന്നും അറിയില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മന്ദാകിനി തരക്കേടില്ലാതെ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു കല്യാണപ്പടമാണ്. ഒരു കുഞ്ഞു കഥയെ വലിയ മുഷിപ്പിക്കലൊന്നുമില്ലാതെ ഒരു സിനിമയാക്കി മാറ്റാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാസ്റ്റിങ്ങും ചില സിറ്റുവേഷനുകളും കഥാപാത്രങ്ങളും ഇമോഷണൽ ആർക്കും ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ മന്ദാകിനി കുറച്ചുകൂടി നന്നായേനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മന്ദാകിനിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മന്ദാകിനി കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചിരിക്കുകയൊക്കെ ചെയ്തവരുണ്ടായിരിക്കാം. എന്തായാലും ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പങ്കുവയ്ക്കണം.